إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും മാഹാത്മ്യമുള്ള അത്ഭുതകരമായ പ്രപഞ്ചത്തിൽ നാം കാണുന്ന ദൃഷ്ടാന്തങ്ങളിൽ അനിഷേധ്യങ്ങളായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു മനുഷ്യനും ചിന്തിക്കാൻ സാധിക്കുന്ന അവന്റെ ആയാത്തുകളിൽ ഉൾപ്പെടുത്തിയ അവന്റെ മഹാസൃഷ്ടിയാണ് ഈ ഭൂമി എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവചരാചരങ്ങളും പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും അതിന് സാക്ഷികളാണ്. ഭൂമി എന്ന അവന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തിന് സാക്ഷികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ചെറുതും വലുതുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ, ഇനി ജീവനുള്ളവയിൽ മനുഷ്യരിൽ കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും ഉണ്ടാകും, കേൾവിയുള്ളവരും കേൾവിയില്ലാത്തവരും ഉണ്ടാകും. ഇങ്ങനെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവരെല്ലാം സമ്പൂർണമായി അംഗീകരിക്കുന്ന, തിരിച്ചറിയുന്ന, അവർക്കെല്ലാം യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അവന്റെ മഹാസൃഷ്ടിയാണ് ഈ ഭൂമി എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു, അവനാകുന്നു സർവസ്തുതിയും. അല്ലാഹു അവനെ സ്വയം പുകഴ്ത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വയം ഹംദുകൾ നമുക്ക് ഓതിത്തന്നു. അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു, അതിനു കാരണമായി അവൻ നമ്മെ ഓർമ്മപ്പെടുത്തി. വൽ അർദി വമാ തഹാഹ, ഈ ഭൂമിയെയും അതിനെ അവൻ പരത്തി സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി സൂറത്തു ശംസിൽ സത്യം ചെയ്തു നമ്മെ ഓർമ്മപ്പെടുത്തി. വഹാദൽ ബലദിൽ അമീൻ, സൂറത്തു തീനിൽ ഭൂമിയിൽ അല്ലാഹു ശ്രേഷ്ഠമാക്കിയ മഹത്തായ മക്ക എന്ന നിർഭയത്വത്തിന്റെ നാട്, അതിനെ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു. ആകാശഭൂമികളുടെ പ്രകാശമാണ് റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറയാണ് പ്രകാശം. ആ പ്രകാശം കൊണ്ടാണ് ആകാശഭൂമികൾ പ്രകാശപൂരിതമാകുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം പ്രകാശം വിതറുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തിനാലാണ്. ആത്മീയമായി വിലയിരുത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹൃദയത്തിന്റെ പ്രകാശം അത് ലഭിക്കാതെ ഒരാളും സന്മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നന്മയുടെ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയില്ല.
ആകാശഭൂമികളുടെ പ്രകാശമാണ് റബ്ബ്. നൂറു സമാവാതി വൽ അർള്. അതിനാൽ താൻ സൃഷ്ടിച്ച ഭൂമി, മുൻമാതൃകയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഭൂമി, ആ ഭൂമിയെപ്പോലൊരു ഭൂമിയെ സൃഷ്ടിക്കാൻ, തത്തുല്യമായൊരു സൃഷ്ടിപ്പ് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല സൃഷ്ടികളെയും വെല്ലുവിളിക്കുന്നു. അറൂനി മാദാ ഖലഖൂ മിനൽ അർള്. ഭൂമിക്ക് സമാനമായി, നാം സൃഷ്ടിച്ച ഭൂമിക്ക് സമാനമായി അവരെന്താണ് ഭൂമിയിൽ സൃഷ്ടിച്ചത്, എന്താണ് ഭൂമിയിൽ നിന്ന് അവർ സൃഷ്ടിച്ചത് എന്ന് കാണിച്ചു നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിഷേധിക്കുന്ന, അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളായ അവന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവരോട് വെല്ലുവിളിയുടെ സ്വരത്തിൽ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ, പ്രത്യേകിച്ച് നാം അടങ്ങുന്ന മനുഷ്യ ജീവിവർഗങ്ങളുടെ സൃഷ്ടിപ്പിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അത്ഭുതകരമായ, വമ്പിച്ചതായ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, നമ്മെ അപേക്ഷിച്ചിടത്തോളം വലിയ സൃഷ്ടിയാണ് ഭൂമി എന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ നിഷേധിക്കുന്ന കുഫാറുകൾ, മുശ്രിക്കുകൾ വരെ അതിന്റെ യാഥാർത്ഥ്യം, അല്ലാഹു മാത്രമാണ് അതിനെ സൃഷ്ടിച്ചത്, അതിലവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് അവർ അംഗീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. അവൻ ചോദിച്ചില്ലേ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്. അല്ലാഹുവിനെ നിഷേധിക്കുന്ന, അവന്റെ ആയത്തുകളെ നിഷേധിക്കുന്ന, നബിയെ നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന മക്ക മുശ്രിക്കുകളോട് താങ്കൾ ചോദിച്ചാൽ, നബിയെ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത്? ലയഖൂലുന്നല്ലാഹ്. അവർ സംശയലേശമന്യേ പറയും, അവർ അവിതർക്കിതമായി പറയും, ആശങ്കക്കും വകയില്ലാത്ത വിധം അവർ മറുപടി നൽകും, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു മാത്രമാണ് എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം സഞ്ചരിക്കുന്ന, നാം വിഹരിക്കുന്ന, നാം ജോലി ചെയ്യുന്ന, നാം ഉറങ്ങുന്ന, നാം വിശ്രമിക്കുന്ന, നമ്മുടെ മക്കൾ ചാടിക്കളിച്ച് ആർത്തുല്ലസിച്ച് കളിച്ചു രസിക്കുന്ന ഈ മഹാഭൂമി, ഈ ഭൂമിയുടെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അതിനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് മടങ്ങാൻ, അവനെ ഓർക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കാണ് എന്നവർ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുന്നു, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിൽ, പ്രപഞ്ചത്തിൽ എത്രയെത്ര അത്ഭുതങ്ങളാണ്, എത്രയെത്ര അനിഷേധ്യങ്ങളായ ദൃഷ്ടാന്തങ്ങളാണ് അവൻ കൊരുത്തുവച്ചത്. യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. പക്ഷേ സൃഷ്ടികൾ അതിലൂടെ നടന്നു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ, ഭൂമിയിൽ, ആകാശത്തിൽ സ്വരുക്കൂട്ടിയ അത്ഭുതങ്ങളായ അവന്റെ ദൃഷ്ടാന്തങ്ങൾ അതാസ്വദിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുന്നു. വഹും അൻഹാ മുഅ്രിദൂൻ. പക്ഷേ അവരതിനെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. അവരെ ശ്രദ്ധയിൽ അല്ലാഹുവിനെ മറന്ന് പുറംതിരിഞ്ഞ് ധിക്കാരം കൊണ്ട് അവർ തിരിഞ്ഞു കളയുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരങ്ങളെ, ആകാശഭൂമികളുടെ അത്ഭുതങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ, അവന്റെ കഴിവിന്റെ വിശാലത ഉൾക്കൊണ്ട് അവനിലേക്ക് മടങ്ങുന്ന യാഥാർത്ഥ്യം, ഗുണപാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ. ഭൂമിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക്, വഫിൽ അർളി ആയാതുൻ, അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബുദ്ധിയുള്ളവർ, ചിന്തിക്കുന്നവർ, വിവേചന ശേഷിയുള്ളവർ, യഥാർത്ഥ യുക്തിയുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ, വിശിഷ്യ ഭൂമിയിൽ അവൻ സ്വരുക്കൂട്ടിയ ദൃഷ്ടാന്തങ്ങളിൽ അവർ പാഠം ഉൾക്കൊള്ളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നാം അടങ്ങുന്ന മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം, അതിന്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാഹു അംബതകും മിനൽ അർളി നബാത. നിങ്ങളെ അവൻ ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നത് പോലെ മണ്ണിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു. സുമ്മ യുഈദുകും ഫീഹാ. പിന്നീട് ആ മണ്ണിലേക്ക് നിങ്ങളെ അവൻ തിരിച്ചു കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരിപ്പിക്കും. നമ്മൾ മറമാടപ്പെടുന്നത് ആ മണ്ണിന്റെ അകത്തറകളിലാണ്. 6 അടി മണ്ണിലാണ് നമ്മൾ മറമാടപ്പെടുക. മണ്ണിലേക്ക് തന്നെ അവൻ നമ്മെ മടക്കും. അല്ലാഹു പറഞ്ഞു, വയുഖ്രിജുകും ഇഖ്റാജ. എന്നിട്ട് മണ്ണിൽ നിന്ന് പിറവി കൊണ്ട മനുഷ്യൻ, മണ്ണിലേക്ക് തന്നെ മരണത്തോടെ മടങ്ങുന്ന മനുഷ്യൻ, അവനെ ആ മണ്ണിൽ നിന്ന്, എല്ലും നുറുമ്പുമായി അവശേഷിച്ചതിൽ നിന്ന് വീണ്ടും അവൻ ജീവൻ നൽകി പുറത്തു കൊണ്ടുവരും. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത.
ഭൂമിയെ നിങ്ങൾക്ക് അവൻ പരവതാനിയാക്കി തന്നു, വിരിപ്പാക്കി തന്നു. എന്തിനു വേണ്ടി? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ, വിശാലമായ ഭൂമിയിലെ പാതകൾ, വഴിയോരങ്ങൾ, ദുർഘടമായ മലമ്പാതകൾ താണ്ടിക്കടക്കാൻ അവനതാ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പ്രാപ്തമായി ഭൂമിയെ വിശാലമായ പരവതാനി പോലെയാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചതുപോലെ 7 ഭൂമികളെ സൃഷ്ടിച്ചു. പലർക്കും ശാസ്ത്രം കൊണ്ടളന്ന് ഉൾക്കൊള്ളാനോ ബുദ്ധി കൊണ്ട് യോജിക്കാനോ സാധിക്കാത്ത ഇസ്ലാമിലെ അനിഷേധ്യമായ അള്ളാഹു പഠിപ്പിച്ച അവന്റെ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണിത്. 7 ആകാശങ്ങൾ ഉള്ളതുപോലെ മുകളിലേക്കായി അവൻ 7 ഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിലേറ്റവും ഉയർന്ന ഭൂമിയുടെ ഉപരിതലത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഇതിനു താഴേക്ക് ഈ ഭൂമിയെ കൂടാതെ 6 ഭൂമികളുണ്ട്. ഇതടക്കം 7 ഭൂമിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു സൂറത്തു ത്വലാഖിലൂടെ, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വമിനൽ അർളി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് സമാനമായ 7 ഭൂമികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി. ഇതിന്റെ ഉപരിതലം ജീവനുള്ളവർക്ക് വാസയോഗ്യമാക്കിയിരിക്കുന്നു അവൻ. വബത്നുഹ നുസുലുൽ അംവാദ്, ഭൂമിയുടെ ഉദരഭാഗം മരണപ്പെട്ട അവന്റെ സൃഷ്ടികളെ മറമാടാൻ അവൻ നിശ്ചയിച്ചിരിക്കുന്നു, അവരുടെ ഖബറിടമായി അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഫീ ജൗഫിഹാ മാഉൻ വഹൗലഹാ മാഉൻ, ഭൂമിയുടെ അന്തർഭാഗത്ത് വെള്ളമാണ്, ഭൂഗർഭജലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഭൂമിക്ക് ചുറ്റും വെള്ളമാണ്. വലാ തൽതരിബു വലാ തഹീദ്, അതുകൊണ്ട് അവ ഇളകുന്നില്ല, ഭൂമിക്ക് ചാഞ്ചല്യമുണ്ടാകുന്നില്ല. ഭൂമിക്ക് ചുറ്റും വെള്ളമാണ്, അതിനകത്ത് വെള്ളമാണ്. ഭൂമിയിൽ നമ്മൾ വസിക്കുന്നു, അതിനു മുകളിൽ മഹാപർവ്വതങ്ങൾ അവൻ ആണികളെ പോലെ സ്ഥാപിച്ചിരിക്കുന്നു. പക്ഷേ ഭൂമിക്കൊരു ചാഞ്ചല്യവും ഉണ്ടാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യവസ്ഥാപിതമായി അതിനെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ശരിപ്പെടുത്തി വാസയോഗ്യമാക്കി തന്നു. ഭൂമിയിൽ പർവ്വതങ്ങളുണ്ട്, അതുപോലെ തന്നെ സമുദ്രങ്ങളുണ്ട്, വറ്റാത്ത പാരാമ്പാരം പോലെയുള്ള മഹാകടലുകളുണ്ട്. അതേ ആ കടലിൽ ഭീമാകാരങ്ങളായ കപ്പലുകൾ സഞ്ചരിക്കുന്നു, ഭാരം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. മനുഷ്യരെ വഹിച്ചുകൊണ്ട് സാർത്ഥവാഹകങ്ങളായി യാത്രാ കപ്പലുകൾ സഞ്ചരിക്കുന്നു. ഇങ്ങനെ ആ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച സമുദ്രത്തിൽ അതാ മനുഷ്യർക്ക് വേണ്ടുന്ന ഭക്ഷണ വിഭവങ്ങളുണ്ട്, മത്സ്യങ്ങളായിട്ടുണ്ട്, കടലിന്റെ സമുദ്ര സമ്പത്തായിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉഹില്ല ലക്കും സ്വയ്ദുൽ ബഹ്രി വതആമുഹു മതഅൻ ലക്കും വലിസ്സയ്യാറ, കടലിലെ വേട്ടയാടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം, കടലിലെ മത്സ്യം, കടലിലെ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ, സ്രോതസ്സുകൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയിരിക്കുന്നു. മതഅൻ ലക്കും, നിങ്ങൾക്കുള്ള വിഭവമായി. വലിസ്സയ്യാറ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലൂടെ സഞ്ചരിക്കുന്നവർക്കും അതിൽ നിന്ന് ഭക്ഷിക്കാൻ യോഗ്യമായ വിഭവങ്ങൾ അവൻ ആ കടലിൽ ഒരുക്കി വച്ചിരിക്കുന്നു. ആ മഹാസമുദ്രം ഭൂമിയുടെ ബഹുഭൂരിപക്ഷം ഭാഗവും ഭൂമിയുടെ അധിക ഭാഗവും വലയം ചെയ്തു നിൽക്കുന്ന സമുദ്രം, അത് ഭൂമിയുടെ തൊലിപ്പുറത്താണ് നാം അനുഭവിക്കുന്നു, നാം കാണുന്നു. സഹോദരങ്ങളെ, വ്യത്യസ്ത ഗുണനിലവാരമുള്ള വ്യത്യസ്ത മണ്ണുകൾ നിലകൊള്ളുന്ന ഭൂവിടങ്ങൾ, പ്രതലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ചു. എല്ലാ ഭൂമിയും, എല്ലാ തരം ഭൂമിയും, തരിശുഭൂമിയുണ്ട്, കൃഷിഭൂമിയുണ്ട്, മൊട്ടപ്പാറകളുണ്ട്, കുന്നുകളുണ്ട്, മലയോരങ്ങളുണ്ട്, മണൽ പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഭൂപ്രദേശങ്ങൾ തുസ്ഖാ ബിമാഇൻ വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കുന്ന ഒരൊറ്റ വെള്ളമാണ് അവയുടെ എല്ലാം കുടിനീര്, അവയുടെ എല്ലാം തെളിനീര്. അവയ്ക്ക് ജീവൻ പകരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ ഇറക്കുന്ന ആകാശത്ത് നിന്നുള്ള മഴയാണ്. പക്ഷേ ആ ഭൂവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കായ്ക്കനികൾ, സസ്യലതാദികൾ അത് വ്യത്യസ്തങ്ങളാണ്. ഒരേ തരത്തിലുള്ള വെള്ളം അവ ആസ്വദിക്കുന്നു, അവ ആഗിരണം ചെയ്യുന്നു, അവ പകർന്നെടുക്കുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിച്ചു തരുന്നത് വ്യത്യസ്തങ്ങളായ കായ്ക്കനികൾ, ഫില്ലൗനി വശക്ലി വത്തഅ്മി വറായിഹ, വ്യത്യസ്ത രുചികൾ, വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത മണങ്ങൾ, വ്യത്യസ്ത രൂപങ്ങൾ. ഒരേ ജലം. എന്തൊരത്ഭുതമാണ്! ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു നമുക്കത് ഉൽപ്പാദിപ്പിച്ചു തരുന്നു. മിൻഹാ ഗദാഉൻ, അതിൽ ചിലത് നമുക്കുള്ള ഭക്ഷണമാണ്, നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ്, നമ്മുടെ ഭക്ഷണങ്ങളാണ്. വൽ ആഖറു ദവാഉൻ, ചിലത് നമുക്ക് ഔഷധങ്ങളാണ്, മരുന്നാണ്, അള്ളാഹു നമുക്ക് ശമനമായി നിശ്ചയിച്ചവയാണ്. വഫീഹാ ദാഉൻ, ചിലത് ഭക്ഷിച്ചാൽ നമ്മൾ രോഗികളായി തീരും, വിഷമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ വ്യവസ്ഥാപിതമായി കണക്കനുസരിച്ച് റിസ്കിനെ നിശ്ചയിച്ചു.
വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ. വ്യത്യസ്ത വ്യവസ്ഥാപിതമായ കൃത്യമായ കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സസ്യങ്ങളെയും കൃഷികളെയും ഉൽപ്പാദിപ്പിച്ചു എന്നവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തുകൾ വിശദീകരിക്കവേ, ലാ തകാദു തഖ്ലു വറഖത്തുൻ മിൻഹു വലാ ഇർകുൻ വലാ സമറത്തുൻ മിൻ മനാഫിഅ തഅജുസു ഉഖൂലുൽ ബശരി അനിൽ ഇഹാതതി ബിഹാ വ തഫ്സീലിഹാ. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും ഒരു മനുഷ്യന്റെ ഗവേഷണത്തിനും ഒരു ശാസ്ത്രജ്ഞന്റെയും കണ്ടെത്തലുകൾക്കും ഗോചരമല്ലാത്ത അതീവ രഹസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലയും, ഓരോ മരങ്ങളിലും വൃക്ഷങ്ങളിലും അല്ലാഹു ഉൽപ്പാദിപ്പിച്ച ഓരോ ഇലകളും അതിന്റെ വേരുകളും അതിന്റെ ശാഖകളും ചില്ലകളും കാണ്ഡങ്ങളും വലാ സമറത്തുൻ, അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലവർഗ്ഗങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെന്തെല്ലാമാണോ ഉപകാരങ്ങൾ നിശ്ചയിച്ചു വെച്ചത്, എന്തു ഗുണമുണ്ട്, ഗുണമല്ലാത്ത ദോഷമുള്ള എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്താൻ ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും ഗവേഷണത്തിനും സാധിക്കുകയില്ല. എത്രയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നതിനേക്കാൾ അവൻ രഹസ്യമാക്കി വെച്ചതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ രഹസ്യങ്ങളെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ പക്ഷികളുണ്ട്, നാൽക്കാലികളുണ്ട്, ക്ഷുദ്രജീവികളുണ്ട്, നരഭോജികളായ വന്യമൃഗങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയുടെ എല്ലാം രഹസ്യം പൂർണ്ണമായി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരാത്ത എത്രയോ ജീവിവർഗങ്ങൾ, അജ്ഞാതമായ മനുഷ്യനെന്നും കണ്ടെത്താൻ സാധിക്കാത്ത ജീവിവർഗങ്ങൾ ഇന്നും പ്രപഞ്ചത്തിലുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ താഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അല്ലാഹു പറഞ്ഞു, ഭൂമിയിലുള്ള ഏത് ജീവിവർഗമാകട്ടെ, ആകാശത്തുകൂടി ചിറകുകൾ അടിച്ചുകൊണ്ട് പാറി നടക്കുന്ന പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, നാൽക്കാലികളാകട്ടെ, ഇല്ല ഉമമുൻ അംസാലുക്കും, മനുഷ്യരെ നിങ്ങളെപ്പോലെ അല്ലാഹു പടച്ച സൃഷ്ടികളാണ്, നിങ്ങളെപ്പോലെ ഇണകളും സമൂഹമായി ജീവിക്കുന്ന വിഭാഗങ്ങളാണവ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അവൻ നിശ്ചയിച്ച റിസ്ക്, അന്നം അവൻ സൃഷ്ടിച്ച ഓരോ ജീവിക്കും, ഒരു ചെറിയ പക്ഷിയാണെങ്കിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉപജീവനം, അവർക്ക് വേണ്ടുന്ന അന്നം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു ഏറ്റെടുക്കാത്ത ഒരു സൃഷ്ടിയുമില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഏതൊരു ജീവിയുണ്ടോ അല്ലാഹു അവയുടെ റിസ്ക് ഏറ്റെടുക്കാത്തതായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സഹോദരങ്ങളെ, ഈ ഭൂമി, ഇതിന്റെ രഹസ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ, അതിൽ കേവലം ചിലതു മാത്രമാണ് ഈ മിമ്പറിലെ സമയപരിമിതിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആദ്യം നമ്മെ ഓരോരുത്തരെയും തൊട്ടുണർത്തിയത്. സഹോദരങ്ങളെ, ഇതാസ്വദിക്കാൻ, ഇതാനന്ദിക്കാൻ, ഇത് കണ്ട് വിനോദയാത്ര നടത്താൻ നമ്മൾ പുറപ്പെടാറുണ്ട്. നമ്മൾ അതിനുവേണ്ടി പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി യാത്ര ചെയ്യാറുണ്ട്. എന്താണ് നമുക്കുള്ള പാഠം? അത്ഭുതം, വിചിത്രം എന്ന് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാനുള്ള ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന രംഗങ്ങളിൽ അവനെ ഏറ്റവും കൂടുതൽ ധിക്കരിക്കാൻ വേണ്ടി അവരെവിടേക്ക് പുറപ്പെടുന്നു എന്നതാണ് വിചിത്രമായ യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ അവർ ആസ്വദിക്കാൻ പോകുന്നു. അല്ലാഹുവിനെ അവിടെ വെച്ച് അത്തരം ഇടങ്ങളിൽ ഏറ്റവും അധികം ധിക്കരിക്കപ്പെടുന്നു. ഇതെത്രമാത്രം വിചിത്രമായ വൈരുദ്ധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ കാതുകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മനോമുഖരങ്ങൾക്ക് അത്ഭുതമായി, കുളിർമയായി, തന്നലായി, കുളിരായി പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ഈ രഹസ്യങ്ങൾ കൊരുത്തുവച്ചത്? അല്ലാഹു പറഞ്ഞു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം ഈ ഭൂമിയിൽ അതിനലങ്കാരമാക്കിയത്, ഈ ഭൂമിക്ക് ഭംഗിയും ഹരിതാപവും പച്ചപ്പും നൽകിയത് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, അവന്റെ പ്രപഞ്ചത്തിൽ അത്ഭുതരംഗങ്ങളായ ഈ ഭൂമിയിൽ അലങ്കാരവും ഭംഗിയും നിങ്ങൾ കണ്ട് അവനിലേക്ക് മടങ്ങി അവന് മാത്രം ആരാധനകളും ഇബാദത്തിന്റെ അംശങ്ങളും വകവെച്ചു നൽകി അവന് കീഴൊതുങ്ങി അവനെ വണങ്ങി അവനെ വഴിപ്പെട്ട് അവനെ ഭയപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചതുപോലെ ദീൻ അവന് മാത്രം നൽകി
അവിടുന്ന് നിയമമാക്കിയ ദീനനുസരിച്ച് ജീവിച്ച് ഏറ്റവും നന്നായി പണിയെടുക്കുന്നവരാരാണ് എന്ന് പരീക്ഷിച്ചറിയാൻ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ലില്ലാഹി അലന്നാസി തുറാഇക് ബിഅദദി അൻഫാസിൽ ഖലാഇക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ എണ്ണമറ്റതാണ്. മനുഷ്യ, നിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് സമാനമായി അള്ളാഹുലേക്ക് നിന്നെ അറിയിക്കുന്ന വഴിയടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ അവൻ പ്രപഞ്ചത്തിൽ കൊരുത്തു വച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങളാകുന്ന നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന രഹസ്യങ്ങളുടെയും പാഠം നമുക്ക് നൽകുന്ന മഹത്തായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അധ്യാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അതിലൂടെ റബ്ബിലേക്ക് മടങ്ങാൻ, അതിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളായ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം ഈ മഹത്തായ ഭൂമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ചിലയിടങ്ങളെ അവൻ പ്രത്യേകം സവിശേഷതകൾ നൽകി ആദരിച്ചിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു മുസ്ലിമിന് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഇടങ്ങളാണ്. നമുക്കറിയാം, മക്കയും മദീനയും, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ ഹാദൽ ബൈത്ത് ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദത്ഹു ഉമ്മുഹു. ആരാണോ ഈ ഭവനത്തിലേക്ക്, മഹത്തായ കഅബ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചെത്തുന്നത്, അവിടെ ചെന്നൊരു അധർമ്മമോ തോന്നിവാസമോ ഹറാമോ പ്രവർത്തിക്കാതെ അവൻ മടങ്ങി വരുന്നത്, ഒരുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതനായി അവൻ മടങ്ങി വരുന്നതാണ്. സഹോദരങ്ങളെ, അത്ഭുതമാണത്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഭവനം തവാഫ് ചെയ്യാൻ, പ്രദക്ഷിണം ചെയ്യാൻ അല്ലാഹു നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ മാത്രമാണ്, മഹത്തായ കഅബ മാത്രം. ഭൂമിയിൽ മറ്റൊരിടത്തും തവാഫ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, ഒരു മുസ്ലിമിനില്ല. ഇവിടെ ജാറങ്ങൾ ആളുകൾ തവാഫ് ചെയ്യുന്നു, മഖ്ബറകൾ തവാഫ് ചെയ്യുന്നു. ഉറൂസിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന പേരിൽ കെട്ടിയുയർത്തപ്പെട്ട കെട്ടിടങ്ങൾക്ക് ചുറ്റും അവർ പ്രദക്ഷിണം ചെയ്യുന്നു. ആണും പെണ്ണും കൂടിക്കലർന്ന് അവിടെ ചെണ്ടമേളങ്ങളും ആനയും ഉത്സവങ്ങളും പ്രതീതി തീർക്കുന്നു, അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, മരണം വരെ സംഭവിക്കുന്നു. വൽഇയാദു ബില്ലാഹ്. ഭൂമിയിൽ അള്ളാഹുവിന്റെ കഅബാലയം മാത്രമാണ് തവാഫ് ചെയ്യാൻ ഒരു മുസ്ലിമിന് നിയമമാക്കപ്പെട്ടത്. അത് മഹത്തായ ഇബാദത്താണ്. ഭൂമിയിൽ എന്തെങ്കിലും തൊട്ടുമുത്താൻ, തലോടാൻ, പുണ്യം പ്രതീക്ഷിച്ച് ചുംബിക്കാൻ നമുക്ക് അനുവാദമുണ്ടെങ്കിൽ ആ കഅബയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന മഹത്തായ ഹജറുൽ അസ്വദിന് മാത്രമാണ് അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖബറിനെ തൊട്ടുമുട്ടുന്നവർ, ഖബറിടത്തിലെ വിളക്കുകളെ തൊട്ടുമുട്ടുന്നവർ, അവയെ പൂജിക്കുന്നവർ, അതിലൊഴിച്ച എണ്ണ പകർന്നെടുക്കുന്നവർ, അത് ശരീരത്തിൽ തടവുന്നവർ, അവിടെ പോയി സുജൂദ് ചെയ്യുന്നവർ മുസ്ലിം ഉമ്മത്തിലെ സ്ഥിരം കാഴ്ചയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ വകവെച്ചു കൊടുത്ത ശിർക്കിന്റെ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അനുവാദമില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഭുവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരൊട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നബിയോട് അഭിപ്രായം ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനുൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅബദ്. ജാഹിലിയത്തിലെങ്ങാനും ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം. ജാഹിലിയത്തിലെ ആളുകൾ അല്ലെങ്കിൽ മുശ്രിക്കുകൾ, കുഫാറുകൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ നടന്ന സ്ഥലമാണോ അത്? അദ്ദേഹം പറഞ്ഞു, ഇല്ല.
ഔഫി ബിനദ്രിക്, എങ്കിൽ താങ്കൾ താങ്കളുടെ നേർച്ച നിറവേറ്റിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകി. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് മുൻകാലത്ത് ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണെങ്കിൽ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനയായി, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ നിശ്ചയിക്കാത്ത ആഘോഷങ്ങളായി ഉത്സവങ്ങൾ നടമാടിയിരുന്ന മുൻകാലത്ത്, ഇപ്പോഴല്ല, ഏതെങ്കിലും കാലത്ത് നടമാടിയിരുന്ന സ്ഥലമാണോ, അവിടെ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പോലും അനുവാദമില്ല. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഭൂവിടങ്ങളിൽ ഒന്നാണത്. നാം ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ പാഠങ്ങൾ ഓർത്തു വെക്കണം. സഹോദരങ്ങളെ, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടമേതാണ്? ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്ക്, ചെറുപ്രായക്കാർക്ക്, ന്യൂജൻ മുസ്ലിമുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, മസ്ജിദുകളാണ്. അല്ലാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന, 5 നേരവും ഭാങ്കുലികൾ മുഴങ്ങുന്ന, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തപ്പെടുന്ന, തക്ബീറിന്റെ പ്രതിധ്വനികൾ അലയൊടി തീർക്കുന്ന അല്ലാഹുവിന്റെ മസ്ജിദുകളാണ് അല്ലാഹുവിന് ഭൂമിയിൽ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലങ്ങൾ. നമുക്കോ, നമ്മുടെ ഉമ്മത്തിനോ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടികൾ. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അങ്ങാടികൾ. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കും പ്രായഭേദമന്യേ സകല പടപ്പുകൾക്കും ഇഷ്ടപ്പെട്ട ഇടങ്ങൾ ഇന്ന് അങ്ങാടികളാണ്. മസ്ജിദിലെങ്ങാനും എത്തിപ്പോയാൽ സലാം വിട്ടേണ്ട താമസം പൊടിയും തട്ടി പായുകയാണ്. അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യാൻ, ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കാൻ, മസ്ജിദിലെന്ന ഏകാന്തമായി റബ്ബിനോടൊപ്പം തനിച്ചിരിക്കാൻ ഒരുത്തനും ആഗ്രഹമില്ല. അല്ലാഹുവിന്റെ മസ്ജിദുകളുമായി ഹൃദയത്തെ ബന്ധിക്കുന്ന യുവാവേ, നിനക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ മസ്ജിദുകളാണ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഇടങ്ങൾ അങ്ങാടികളാണ്. എന്നാൽ ഇന്ന് തിരുത്തി പറയേണ്ടിയിരിക്കുന്നു, നമുക്ക് ഏറ്റവും പ്രിയങ്കരം അങ്ങാടികളും ഏറ്റവും വെറുപ്പുള്ള ഇടങ്ങൾ മസ്ജിദുകളുമായി മാറിയിരിക്കുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടമുള്ള മസ്ജിദുകളിലേക്ക് ഉളരി വരാൻ, നന്മകൾ വാരിക്കോരിയെടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഭൂമിയിൽ, അള്ളാന്റെ ഭൂമിയിൽ നീ എവിടെ പോയി ഒളിച്ചാലും, നീ എവിടെ ജോലി ചെയ്താലും, നീ എവിടെ പോയി പഠിച്ചാലും മസ്ജിദുകളേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ സ്ഥലങ്ങളില്ല. അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങുന്ന, അവന്റെ കാരുണ്യം വർഷിക്കുന്ന, അവന്റെ മലക്കുകളുടെ സംരക്ഷണം കൊണ്ട് അലങ്കൃതമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകൾ, അവിടെ ദീൻ പഠിക്കാൻ എത്തുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ മലക്കുകൾക്കിടയിൽ അഭിമാനപൂർവ്വം ഓർക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഭൂമിയിൽ, അല്ലാഹുവിന്റെ മഹത്തായ ഭൂമിയിൽ അഹങ്കാരത്തോടെ, ധിക്കാരത്തോടെ, ഗർവോടെ നടക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വേരോടെ മുരടോടെ മുച്ചൂടും അവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ചരിത്രമാണ് ഖുർആനിലൂടെ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഖാറൂൻ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രാമാണിത്വത്തിന്റെയും അഹങ്കാര നിമിത്തം ഭൂമിയിലൂടെ സഞ്ചരിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ ഭവനത്തെയും അവന്റെ സമ്പാദ്യങ്ങളെയും വേരോടെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. വലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നീ നടക്കരുത്. ഭൂമിയിൽ നീ വിനയാന്വിതനായി താഴ്മയോടെ അല്ലാഹുവിന്റെ അടിമയായി നിലകൊള്ളുക. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല വസ്ത്രം ധരിച്ച് മുടിയെല്ലാം വാരിച്ച് മുടി നീട്ടിയൊതുക്കി. ഹദീസുകളിൽ കാണാം, അവന്റെ മുടി ചുമൽ വരെ നീളമുണ്ട്, അവന്റെ വസ്ത്രം മുന്തിയ വസ്ത്രമാണ്. സ്വയം അത്ഭുതം കൂറി ഞാനെന്തോ സംഭവമാണെന്ന ഭാവത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തം കൊണ്ട്, വേഷം കൊണ്ട്, കോലം കൊണ്ട്, രൂപം കൊണ്ട്, ഭാവം കൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ വിനയം കാണിക്കാത്ത അഹങ്കരിക്കുന്ന ആ മനുഷ്യനെ ഭൂമിയിലേക്ക് വേരോടെ ആഴ്ത്തിക്കളയും. ഖിയാമത്ത് നാൾ വരുന്നതുവരെ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് മസിലും പെരുപ്പിച്ച് ബോഡി ബിൽഡറായി വണ്ണവും തടിയൊക്കെ പെരുപ്പിച്ച് നടക്കുന്ന ചില ചെറുപ്പക്കാരൻ നടത്തം കണ്ടു കഴിഞ്ഞാൽ ഈ രംഗം നമുക്ക് ഓർമ്മ വരികയാണ്. ഭൂമിയിൽ അവനേക്കാൾ വലിയ മെച്ചപ്പെട്ടവനും മുന്തിയവനും ചേലും മൊഞ്ചുമുള്ളവനുമില്ല എന്ന ഭാവത്തിൽ നടക്കുന്ന ചെറുപ്പക്കാരെ, ആധുനിക കാലത്തെ ചെറുപ്പക്കാരെ നമുക്ക് ഓർമ്മ വരുന്നു. സഹോദരങ്ങളെ, ഭൂമിയിൽ വിനയാനിതരായി നടക്കുക, ഒറ്റതാഴ്ച നടക്കുക, ദൃഷ്ടിതാഴ്ച നടക്കുക അല്ലാഹു പടച്ച ഭൂമിയോട് നമുക്ക് അല്ലാഹു നിർബന്ധമാക്കിയ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നാം പ്രവർത്തിച്ച എല്ലാം ഭൂമിയെ കൊണ്ട് പറയിപ്പിക്കുന്ന വഅഖറജത്തിൽ അർളു അസ്ഖാലഹ സൂറത്തു സൽസലയിൽ അല്ലാഹു പറഞ്ഞ ഭൂമി അതിനുള്ളിലുള്ളതെല്ലാം പുറത്തിടുന്ന ഖബറിടങ്ങളിലുള്ള മൃതശരീരങ്ങളെല്ലാം പുറത്തു വരും. ഭൂമിയുടെ തൊലിപ്പുറത്ത് നടമാടപ്പെട്ട സകല പ്രവർത്തനങ്ങളും നാം എവിടെ വെച്ച് എന്തു ചെയ്തു, എന്തു പറഞ്ഞു, ഭൂമി നമുക്കെതിരെ സാക്ഷിയാകുന്ന ഒരു രംഗമുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മഹ്ശറ വൻസഭയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുമെന്ന രംഗത്തെ കുറിച്ചോർത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ വിനയാന്വിതരായി അവനെ പേടിച്ച്, അവനെ വഴിപ്പെട്ട്, അവനെ മാത്രം പ്രതീക്ഷ അർപ്പിച്ച്, അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും ഭൂമിയിലെ അത്ഭുതങ്ങളും നമുക്കതിന് പാഠവും കാരണമാക്കി തീർക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.